ചേട്ടാ, അപ്പോൾ IFFK തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചെയർമാൻ സ്ഥാനത്തോട്ട് കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ IFFK ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ സവിശേഷതകൾ, അതുപോലെ തന്നെ ഒരുക്കങ്ങളൊക്കെ ഇതുവരെ ആയി, പൂർത്തിയായോ, എങ്ങനെയാണ്? അല്ല, ഞാൻ കുറച്ചു കാലമായിട്ട് ചലച്ചിത്ര അക്കാദമിയിൽ വൈസ് ചെയർമാനായിട്ട് തുടരുകയായിരുന്നു. ഇപ്പോൾ 3 മാസമായി ഇങ്ങനെ ചെയർമാൻ്റെ ഒരു ചുമതല സർക്കാർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫെസ്റ്റിവലുകളിലും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്രാവശ്യവും അതിനെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ടുകൂടി തന്നെ ഒരു വലിയ ടെൻഷനോ അങ്ങനെ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 25 വർഷക്കാലമായിട്ടുള്ള കൃത്യമായ ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും 29ാമത് ഫെസ്റ്റിവലാണിത്. ഈ 29ാമത് ഫെസ്റ്റിവലിൽ എത്തുമ്പോൾ ഈ കഴിഞ്ഞ 28 ഫെസ്റ്റിവലുകളും നടത്തിയതിൻ്റെ ഒരു അനുഭവ പരിചയത്തിൽ നിന്നാണ് ആ ഒരു സിസ്റ്റം അത് ഇപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയും അവിടെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി അഹോരാത്രം പണിയെടുക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനറിയാം. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ചില കാര്യങ്ങളിൽ നമ്മൾ ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ പറയുകയോ, അതൊരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു മനുഷ്യനും ഒറ്റയ്ക്കൊരു വലിയ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ വലിയ വിജയങ്ങളോ ഒന്നും അത് സാധ്യമല്ല. പ്രത്യേകിച്ചും സിനിമ എന്നൊക്കെ പറയുന്നത് അതൊരു കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. സിനിമയും നാടകവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ പരസ്പര ഒരു സഹകരണത്തിൻ്റെ, പരസ്പര സൗഹൃദത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, പരസ്പര ആശ്രയത്തിൻ്റെ ഒക്കെയാണ് നമുക്കെന്താണ് എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ അതുണ്ടാവും. ഇവിടെയും അത് തന്നെയാണ്. ഈ ഒരു മേള ഇപ്പോൾ സംഘടിപ്പിച്ച് നമ്മൾ 29ാമത് മേള ഇപ്പോൾ നാളെ നിശാഗന്ധിയിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം നാളെ അത് തിരിതെളിക്കുമ്പോൾ വരുന്ന 8 ദിവസങ്ങൾ ഈ ഒരു മേള തലസ്ഥാനത്തിൻ്റെ ഒരു വലിയ ആഘോഷമായി, കേരളത്തിൻ്റെ ഒരു വലിയ സാംസ്കാരിക ഉത്സവമായി ഇത് മാറുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് 15,000-ഓളം ഡെലിഗേറ്റ്സ് ഉൾപ്പെടെ മറ്റ് വിശിഷ്ട അതിഥികൾ, വിദേശത്തു നിന്ന് വരുന്ന അതിഥികൾ, മാധ്യമപ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ചലച്ചിത്ര നിരൂപകർ, എല്ലാവരും കൂടി ചേർന്നിട്ട് ഏതാണ്ട് അത്രയും പേരുടെ ഒരു വലിയ സാന്നിധ്യം ഉള്ള ഒരു മേളയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ജനപിന്തുണ, ഇത്രയും ഒരു ജനപങ്കാളിത്തം. അതൊക്കെ കൊണ്ടാണ് നമ്മുടെ മേള ഏഷ്യയിലെ തന്നെ ഇപ്പോൾ ഏറ്റവും മികച്ച മേള എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലോകത്തെ ചലച്ചിത്ര മേളകളിൽ ഒരു വലിയ ശ്രദ്ധേയമായ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേളകളുണ്ട്. ഇപ്പോൾ കാൻ ഫെസ്റ്റിവൽ പോലെ, അല്ലെങ്കിൽ അതുപോലുള്ള അത്തരമൊരു ലോക റാങ്കിങ്ങിൽ ആ ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ ഇനിയും എത്താൻ ഒരുപാട് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. ഇപ്പോൾ അടുത്ത വർഷം 30ാമത് ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ആ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ നമ്മൾ 3 ദശാബ്ദം പിന്നിടുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു വലിയ വളർച്ചയിലേക്ക്, ഒരു വലിയ നേട്ടത്തിലേക്ക് ഇനിയും നമ്മൾ മുന്നോട്ട് പോകാനുള്ള കൃത്യമായ ചില ആസൂത്രണങ്ങളോട് കൂടിയ ഒരു പ്രവർത്തനമാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ വർഷം ഒരുപാട് പുതുമകൾ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അവതരണം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ വലിയ ശ്രദ്ധ, പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 27-ാം തീയതി മുതൽ ഒരു പ്രചാരണ ടൂറിംഗ് ടോക്കീസ് എന്ന് പറയുന്ന അക്കാദമിയുടെ ഒരു സംവിധാനമുണ്ട്. അത് ഈ നല്ല സിനിമകൾ, ഏറ്റവും മികച്ച സിനിമകൾ നാട്ടുംപുറങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും ആദിവാസി മേഖലകളിലും ഗോത്രവിഭാഗങ്ങളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ നല്ല സിനിമ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലാസിക്കുകളായിട്ടുള്ള സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്ന അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ആ ടൂറിംഗ് ടോക്കീസിൻ്റെ സംവിധാനം നമ്മുടെ ഒരു പോരാട്ടത്തിൻ്റെ ഭൂമികയായിട്ടുള്ള കയ്യൂരിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മളത് ആരംഭിച്ചു. അത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ അവിടെ എല്ലാം പോയിട്ട് ഈ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. അവിടുത്തെ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന വലിയ സാംസ്കാരിക സദസ്സായിട്ട് അത് മാറി. അവിടെയെല്ലാം നമ്മൾ ഏറ്റവും നല്ല സിനിമകൾ പ്രദർശിപ്പിച്ചു. അങ്ങനെ അത് തലസ്ഥാന നഗരിയിൽ അത് എത്തിച്ചേർന്നു. അതിൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ മലയാള സിനിമയുടെ പിതാവെന്ന് പറയാവുന്ന JC ഡാനിയൽ, അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം നെയ്യാറ്റിൻകരയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അവിടെ നിന്ന് ഒരു ദീപം തെളിച്ച് അവിടുത്തെ ആദരണീയനായ MLA യും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ചേർന്നാണത്
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കത് കൈമാറിയത്. ആ സ്മൃതി ദീപം അത് മലയാള സിനിമയിലെ ഒരുപാട് മഹാസാന്നിധ്യങ്ങളെ, മഹാപ്രതിഭകളെ നമ്മൾ ഓർക്കുകയും അവരെ ആദരിക്കുകയും അവരെ അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രതീകമായിട്ട് പലയിടങ്ങളിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര കോമളം എന്ന് പറയുന്ന ആദ്യകാല നായിക, PK റോസി എന്ന് പറയുന്ന നമ്മൾ ചരിത്രത്തിൽ പോലും ഇടം പിടിക്കാതെ പോയ, കേരളം എപ്പോഴും ലജ്ജിക്കുന്ന ഒരു കാര്യമാണ്. അവർ നമ്മൾ നാട് കടത്തിയ ഒരു അവസ്ഥ പോലും കൊണ്ട് ഒരു സവർണ കഥാപാത്രത്തെ അവർ അവതരിപ്പിച്ചു എന്ന പേരിൽ ആ കാലത്തെ ഈ ജാതി ചിന്തകളൊക്കെ ഇങ്ങനെ വല്ലാതെ ചീഞ്ഞളിഞ്ഞ മനസ്സുകളുമായിട്ടുള്ള ഒരു സമൂഹം അവർ ഈ സമൂഹത്തിന് നാട്ടിപ്പായിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അവരിവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. ആ ഒരു വലിയ നമ്മളൊരു നഷ്ടനായിക എന്നൊക്കെ പറയുന്ന അവരെക്കുറിച്ച് അങ്ങനെ ഒരു നോവൽ പോലും വന്നിട്ടുണ്ട്. PK റോസി അവരെ നമ്മൾ അവരുടെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ശിരസ് നമിച്ചു. അതുപോലെ പ്രേം നസീർ എന്ന് പറയുന്ന നിത്യഹരിത നായകൻ, അദ്ദേഹത്തിൻ്റെ ചെറിയങ്കിഴുള്ള ജന്മനാട്ടിൽ പോയിട്ട് അവിടെ നമ്മൾ ആദരാഞ്ജലി അർപ്പിച്ചു. അനശ്വര നടനായിട്ടുള്ള സത്യൻ മാഷിൻ്റെ പാളയത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് പോയി നമ്മൾ അവിടെ നിന്ന് ഇതെല്ലാം ഈ ദീപശിഖയുമായിട്ട് നമ്മൾ കുറേ അത്ലറ്റുകളും നമ്മുടെ കുറേ സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ആയിട്ടുള്ളൊരു വലിയ ഒരു സംഘമാണ് അങ്ങോട്ടൊക്കെ പ്രയാണം, നമ്മുടെ ഈ ഒരു യാത്ര തുടർന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തിയായിട്ടാണ് ഇന്നിപ്പോൾ ഈ മാനവീയം വീഥിയിൽ ഇവിടെ ഈ കാണാം നമ്മുടെ ഈ ഒരു ദീപം. അതിവിടുത്തെ നമ്മുടെ MLA-യും മുൻ മന്ത്രിയുമായിട്ടുള്ള ശ്രീ ആൻ്റണി രാജു അത് ദീപം തെളിച്ച് ആ ദീപശിഖ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ദീപശിഖയാണ്. അതിൻ്റെ ചലച്ചിത്ര അക്കാദമിയുടെ മുഴുവൻ ജനറൽ കൗൺസിൽ അംഗങ്ങൾ, നമ്മുടെ സെക്രട്ടറി എല്ലാവരും ഉൾപ്പെടെ ഉള്ളൊരു വലിയ ഒരു സംഘമാണ് ഇവിടെ വന്നിട്ട് ഇത് നമ്മളിവിടെ അത് 8 ദിവസങ്ങൾ ഈ ചലച്ചിത്ര മേളയുടെ നമ്മളെ മലയാള സിനിമയിലെ ചലച്ചിത്ര പ്രവർത്തകരോടുള്ള ആദരവായിട്ട് പിന്നെ ഈ മേഖലയിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചു. നമ്മൾ ഒരു ചലച്ചിത്ര മേഖലയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ഒരുപാട് പേരുടെ ഒരു അധ്വാനവും പ്രയത്നവും ഒക്കെ ഉണ്ട്. ഈ മലയാള സിനിമ ഇന്നിപ്പോൾ ഒരു ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും വലിയൊരു സ്ഥാനത്തേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ ഒരുപാട് പേർ, അപ്പോൾ ഞാനെപ്പോഴും ഈ പല ഇതിലും അത് പറഞ്ഞതാണ്, ഇവിടെ ഈ സെറ്റുകളിലൊക്കെ ചായ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ബോയ്സ് എന്ന് നമ്മൾ പറയുന്ന ആ കുട്ടികൾ, അവർ മുതൽ വലിയ മുതൽ മുടക്ക് ഇതിന് മുടക്കിയിട്ട് അങ്ങനെ ഈ സിനിമകൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ, അവരൊക്കെ പലരും ചിലരൊക്കെ അവരുടെ കിടപ്പാടം പോലും പണയം വെച്ചിട്ടൊക്കെയാണ് ചില സിനിമകൾ, അത് അതിനോടുള്ള പാഷൻ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഒടുവിൽ കടക്കണിയിലൊക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയിൽ പോലും എത്തിയ എത്രയോ നിർമ്മാതാക്കൾ, എത്രയോ വലിയ മഹാസംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, സാങ്കേതിക വിദഗ്ധർ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയും അവരുടെ സംഭാവനകൾ നമ്മൾ ആദരിക്കുകയും അത് അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങായിട്ട്, അതിൻ്റെ ഒരു വലിയ പ്രതീകമായിട്ടാണ് ഇന്ന് മെരിലാൻഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കാലത്തെ മലയാള സിനിമയുടെ ഈറ്റില്ലം എന്ന് പറയാവുന്ന ഇടത്ത് അനശ്വരനായിട്ടുള്ള സുബ്രഹ്മണ്യം P. സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആ വലിയ നിർമ്മാതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഇടത്ത് പോയിട്ട് അവിടെ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ സ്മരണകൾ ഇരമ്പുന്ന ഒരിടമാണ്. ഒരുപാട് മഹാപ്രതിഭകളുടെ ചലച്ചിത്ര പ്രവർത്തകരുടെയൊക്കെ പാദസ്പർശമേറ്റ ആ മണ്ണിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് അവിടെ നിന്നൊക്കെ സ്പർശിച്ചിട്ടാണ് ഈ സ്മൃതി പ്രയാണ യാത്ര ഇത് നമ്മളിങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ മാനവീയം വീഥിയിൽ വരുന്നത്. അപ്പോൾ തന്നെ നമ്മളിവിടെ തലസ്ഥാന നഗരിയിൽ എത്രയോ കാലമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത തിക്കുറിശി സുകുമാരൻ സാർ, അതുപോലെ നെടുമുടി വേണിച്ചോട്ടൻ നമുക്ക് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു, ഭരത് ഗോപിച്ചോട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, അടൂർ ഭാസി, ആറന്മുളപ്പൻ, ഒരുപാട് പേർ. അത് അഭിനേതാക്കൾ മാത്രമല്ല, സാങ്കേതിക രംഗത്തും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും ഒരാളെപ്പോലും വിടാതെ, അതിനകത്തൊരു വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ അവരെയെല്ലാം ഓർക്കുന്ന ആദരിക്കുന്ന ഒരു വേദിയായിട്ട് കൂടി ഇതിപ്പോൾ മാറുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ചലച്ചിത്രമേളയുടെ തുടക്കം ഇന്നിപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. നാളെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി അത് ദീപം തെളിച്ചത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തെളിക്കുമ്പോൾ 15 വേദികളിലായിട്ട് വരുന്ന 8 ദിവസങ്ങൾ ഏതാണ്ട് 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ, വിവിധ ഭാഷകളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് ഉള്ള, വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള സിനിമകൾ മലയാളത്തിലെ നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കായി നമ്മൾ ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. അതിലൂടെ ഒരു പുതിയ സിനിമാ സംസ്കാരം ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുക ഒക്കെ തന്നെയാണ് ചലച്ചിത്ര അക്കാദമി ഇത്തരം മേളകളിലൂടെയൊക്കെ ലക്ഷ്യമാക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള ചലച്ചിത്ര മേളകളിലൂടെയൊക്കെ, മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ
ഒരു പുതിയ സിനിമാ സംസ്കാരം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു ഭാവുകത്വം, ആ ഭാവുകത്വത്തിൻ്റെ ഒരു പരിണാമം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പുതിയ പുതിയ നവീനങ്ങളായ പ്രമേയങ്ങൾ സ്വീകരിക്കാനും ആവിഷ്കാര ശൈലികൾ സ്വീകരിക്കാനും സാങ്കേതിക വിദ്യയുടെ പ്രയോഗങ്ങൾ നടപ്പിലാക്കാനും അങ്ങനെ ലോക സിനിമയെ അടുത്ത് പരിചയിച്ചതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഉണ്ടായ വലിയ പ്രചോദനം കൊണ്ട് മലയാള സിനിമയെ അത് കൂടുതൽ നവീകരിക്കാനുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട് ഇത്തരം മേളകൾ. അതൊക്കെ തന്നെയാണ് ഈ മേളയുടെ വലിയ പ്രസക്തി. അതിലൊക്കെ ഉപരിയായിട്ട് ഇത് ലോകത്തെ മനുഷ്യരെ ഒക്കെ ഒരുമിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഭിന്നിച്ച് നിൽക്കുന്ന സമൂഹത്തേക്ക് ഒന്നിപ്പിക്കാൻ വലിയ ശക്തി കലകൾക്കുണ്ട്. പ്രത്യേകിച്ചും സിനിമ പോലുള്ള ഒരു ഇത്രയും ലോകത്തെ സ്വാധീനിക്കാൻ, ലോകത്തെ മാറ്റിമറിക്കാൻ, മനുഷ്യരെ അവൻ്റെ ചിന്തകളെ, നിലപാടുകളെ, അഭിപ്രായങ്ങളെ, ആശയങ്ങളെ ഒക്കെ രൂപീകരിക്കാൻ, അത് പുതിയ തലത്തിലേക്ക് ഉയർത്താനൊക്കെ വലിയ ശക്തി സ്വാധീനമായ സിനിമയ്ക്ക് അതിന് കഴിയും. അങ്ങനെയുള്ള ഒരുപാട് കലാപ്രവർത്തനങ്ങളിലൂടെ, സിനിമകളിലൂടെ ഒക്കെയുള്ള അങ്ങനെ വലിയ സാഹിത്യങ്ങളിലൂടെ ഒക്കെയുള്ള വലിയ സംഭാവനകളിലൂടെയാണ് ആധുനിക കേരളം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ നവോത്ഥാന കേരളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്തരം കലാപ്രവർത്തനങ്ങൾക്ക്, സിനിമകൾക്ക്, സാഹിത്യത്തിന്, നാടകങ്ങൾക്ക്, നാടകപ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ ഇടമുണ്ട്, സ്ഥാനമുണ്ട്. അതുകൂടി ഈ ഒരു വർത്തമാനകാലത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു മേളയായിട്ട് കൂടി ഈ മേളയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം.